സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് ആണ്. അപ്പം നമുക്ക് വളരെ ചെറിയൊരു ടോപ്പിക്കാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് പോസ്റ്റുലേറ്റ്സും അസംഷൻസും അത് രണ്ടും ചോദിക്കാറുണ്ട്. അസംഷൻസും പോസ്റ്റുലേറ്റ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം പൊതുവെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്നും ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ 4 പ്രസ്താവനകൾ തന്നിട്ടുള്ളതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരിക്കും. ഓക്കെ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റുലേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. ഓക്കെ, അപ്പൊ നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ പറയുന്ന പ്രധാനപ്പെട്ട അസംഷൻസ് അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റുലേറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അത് നമുക്ക് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുന്ന രീതിയിലായിരിക്കും എല്ലാ സ്റ്റേറ്റ്മെന്റുകളും വരുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് ഇപ്പം ഓരോ കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇപ്പം കൊളിഷൻസ് അത് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് അനുസരിച്ചിട്ട് കൊളിഷൻസ് ഇലാസ്റ്റിക് ആയിരുന്നോ അതോ ഇൻഇലാസ്റ്റിക് ആയിരുന്നോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗട്ട് വരാം. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തൊക്കെയാണ് നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിന്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്സ്? അപ്പൊ ആദ്യം നോക്കിക്കുക, എന്താണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്? The kinetic theory of gases is based on the fact that gases have more kinetic energy as compared to the solids and liquids. അപ്പം എന്തിന്റെ ബേസിസിൽ അല്ലെങ്കിൽ എന്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമുക്കറിയാം, ഇപ്പൊ സോളിഡ്സിന്റെ കേസിലായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ലിക്വിഡ്സിന്റെ കേസിലായിക്കോട്ടെ പാർട്ടിക്കിൾസ് എല്ലാം ഭയങ്കര ക്ലോസ് ആയിട്ടാണ് അല്ലെ. സോളിഡ്സിന്റെ കേസിലെടുത്താൽ പാർട്ടിക്കിൾസ് ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. ലിക്വിഡ്സിന്റെ കേസ് വന്നപ്പോഴത്തേന് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ സോളിഡ്സിനെ നമ്മൾ നോക്കിയാലും ലിക്വിഡ്സിനെ നമ്മൾ നോക്കിയാലും അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസിന് ഭയങ്കര ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ സോളിഡ്സിന്റെ കേസിലായാലും ലിക്വിഡ്സിന്റെ കേസിലായാലും ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കൈനറ്റിക് എനർജി വളരെ കുറവായിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ ഗ്യാസസിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാലോ, നമുക്കറിയാം ഗ്യാസസിനകത്ത് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആർ വെരി ലൂസ്ലി പാക്ഡ് അല്ലെ. ഒരു പാർട്ടിക്കിള് ഈ ഒരു പോയിന്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിക്കിള് ഈ ഒരു പോയിന്റിൽ ഒക്കുപ്പൈ ചെയ്യുകയാണെങ്കിൽ അടുത്ത പാർട്ടിക്കിൾ ഇവിടെ ആയിരിക്കും, അടുത്ത പാർട്ടിക്കിൾ ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ ധാരാളം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾസിന് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൈനറ്റിക് എനർജി ധാരാളം ഗ്യാസസിന്റെ കേസിൽ അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ലിക്വിഡ്സിന്റെയും സോളിഡ്സിന്റെയും കേസിലൊന്നും ഡിസ്കസ് ചെയ്യാത്ത ഈ ഒരു കൈനറ്റിക് തിയറി എന്ന് പറയുന്നത് ആരുടെ കേസസിൽ നമ്മൾ കൺസിഡർ ചെയ്തത്? ഗ്യാസസ് അല്ലെങ്കിൽ വാതകങ്ങളുടെ കേസിൽ ഈ ഒരു കൈനറ്റിക് തിയറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ദ കൈനറ്റിക് തിയറി എക്സ്പ്ലെയിൻസ് ദ ബിഹേവിയർ ഓഫ് ഗ്യാസസ് ബേസ്ഡ് ഓൺ ദ ഐഡിയ ദാറ്റ് ഗ്യാസ് കൺസിസ്റ്റ് ഓഫ് റാപ്പിഡ്ലി മൂവിംഗ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആൻഡ് ദിസ് ഈസ് പോസിബിൾ ആസ് ആൻ ഇന്റർ അറ്റോമിക് ഫോഴ്സസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആർ നെഗ്ലെക്റ്റഡ് ഇൻ ഗ്യാസ്. അപ്പം കൈനറ്റിക് തിയറിയുടെ ഇനി നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ കുറെ അസംഷൻസും പോസ്റ്റുലേറ്റുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാം പിന്നിലുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഭയങ്കര ലൂസ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിനകത്തുള്ള ഓരോ മോളിക്യൂളിനും റാപ്പിഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു മേജർ കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇനി പറയുന്ന ഓരോ പോസ്റ്റുലേറ്റുകളിലോട്ടും എത്തിയത്. അപ്പൊ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എക്സ്പ്ലെയിൻസ് ദ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് സച്ച് ആസ് വോളിയം, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ഓക്കെ ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വാതകങ്ങളുടെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഇപ്പൊ വോളിയം ആയാലും അല്ലെന്നുണ്ടെങ്കിൽ പ്രഷർ മർദ്ദമാണെന്നുണ്ടെങ്കിലും ടെമ്പറേച്ചർ താപനിലയാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ പ്രോപ്പർട്ടീസിനും കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, ഗ്യാസസിന്റെ കേസസിൽ വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയത് ഈ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അതെന്താണ് കൈനറ്റിക് തിയറി എന്നുള്ളതാണ്. ഇനി പറയുന്നതാണ് മേജർ അസംഷൻസ് ആൻഡ് പോസ്റ്റുലേറ്റ്സ്. അപ്പൊ ഇനി പറയാൻ പോകുന്ന പോയിന്റ്സ് ആയിരിക്കും നമുക്ക് എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരിക. ഇതിൽ ഏതെങ്കിലും ഒരു 4 എണ്ണം
തന്നിട്ട് 4 3 ശരിയായിരിക്കും, 1 തെറ്റായിരിക്കും. ഓക്കെ, തെറ്റായിട്ടുള്ളത് തിരഞ്ഞെടുക്കുക. ആ രീതിയിലായിരിക്കും ചോദ്യം വരിക. അപ്പൊ കൃത്യമായിട്ട് പറയുന്ന ഓരോ പോയിന്റുകളും മനസ്സിലാക്കി തന്നെ പഠിക്കുക. ആദ്യത്തെ അസംഷൻ നോക്കിക്കേ. All gases are composed of different molecules. These molecules are considered to be rigid, elastic spheres and completely identical for the same gas molecule. അപ്പൊ ഒന്നാമത്തെ അസംഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? എല്ലാ ഗ്യാസസും ഫോം ചെയ്തിട്ടുള്ളത് പലതരത്തിലുള്ള മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഓരോ ഗ്യാസും ഫോം ചെയ്തിട്ടുള്ളത്. അതിലിപ്പോ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ നമ്മൾ കൺസിഡർ ചെയ്താൽ അത് റിജിഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലാസ്റ്റിക് സ്ഫിയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ഗ്യാസ് നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനകത്തുള്ള എല്ലാ തന്മാത്രകളും ഒരുപോലത്തുള്ളതായിരിക്കും. പിന്നെ നമ്മൾ മറ്റൊരു ഗ്യാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രയായിരിക്കും. പക്ഷെ ഒരു സെറ്റ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനകത്തുള്ള തന്മാത്രകളെല്ലാം ഐഡന്റിക്കൽ ആയിട്ടുള്ള തന്മാത്രകളായിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞത്, അല്ലെങ്കിൽ ഒന്നാമത്തെ അസംഷൻ ആയിട്ട് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ മേജർ അസംഷൻ നോക്കിക്കേ. The size of gas molecules is considered very small compared to the distance between the molecules. അപ്പം ഗ്യാസ് മോളിക്യൂൾസ് നമുക്കറിയാം വെരി ലൂസ്ലി പാക്ഡ് ആണ് അല്ലെ, വളരെ ലൂസ്ലി ആണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഓരോ തന്മാത്രകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവർക്കിടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ സ്പേസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഈ സ്പേസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, രണ്ട് അടുത്തടുത്തുള്ള ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ ഇടയിലുള്ള സ്പേസിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഓക്കെ, അതാണ് അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് അല്ലെങ്കിൽ അടുത്ത അസംഷൻ ആയിട്ട് പറയുന്നത്. രണ്ട് വാതക തന്മാത്രകളെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇടയിലുള്ള ആ ഒരു സ്പേസ് വെച്ച് നോക്കുമ്പം ഓരോ തന്മാത്രയുടെയും വലുപ്പം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. ഓക്കെ, അതാണ് അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. These molecules are continuously in a state of random motion. That is, their motion can be in all possible directions. അടുത്ത പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്, നമുക്കറിയാം ഗ്യാസ് മോളിക്യൂൾസ് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ ഭയങ്കര ലൂസ് ആയിട്ടാണ് പാക്ക് ചെയ്തിട്ടുള്ളത് അല്ലെ. അതുകൊണ്ട് ഓരോ മോളിക്യൂൾസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ മോളിക്യൂളിൽ ഇങ്ങോട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാം, ഇയാൾക്ക് ഇങ്ങോട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാം, ഇയാൾക്ക് ഇങ്ങോട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാം, ഇയാൾക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം അല്ലെ. ആർക്ക് വേണമെങ്കിലും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും റാൻഡം ആയിട്ട് മൂവ് ചെയ്യാം. എല്ലാ പോസിബിൾ ഡയറക്ഷൻസിലോട്ടും ഈ ഗ്യാസ് മോളിക്യൂൾസിന് റാൻഡം ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദീസ് മോളിക്യൂൾസ് ആർ കണ്ടിന്യൂസ്ലി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാൻഡം മോഷൻ. ദാറ്റ് ഈസ് ദ മോഷൻ ക്യാൻ ബി പോസിബിൾ ഇൻ ഓൾ ഡിറക്ഷൻസ്. ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ. ഡ്യൂ ടു ദി റാൻഡം മോഷൻ molecules collide with each other and also with the surface they come in contact. അപ്പം നമ്മൾ ഒരു ബീക്കറിൽ കുറച്ച് ഗ്യാസ് മോളിക്യൂൾസിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് കിടക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ ഗ്യാസ് മോളിക്യൂൾസിന് പരസ്പരം അവർക്കിടയിൽ ഒരു കൊളിഷൻ നടക്കാം. അതുപോലെ തന്നെ ഈ ഗ്യാസ് മോളിക്യൂൾ പോയി എവിടെയും ഇടിച്ച് കൊളിഷൻ നടക്കാം. ഈ വോൾസ് ഓഫ് ദി കണ്ടെയ്നർ, ആ ഇരിക്കുന്ന ബീക്കർ ഏതാണോ അതിന്റെ ഭിത്തികളുമായിട്ട് അതിന്റെ വോൾസുമായിട്ടും ചെന്ന് കൊളൈഡ് ചെയ്തിട്ട് കൊളിഷൻസ് നടക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു ബീക്കറിലുള്ള ഗ്യാസ് മോളിക്യൂൾസുകളെ, വാതക തന്മാത്രകളെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള വാതക തന്മാത്രകൾ തമ്മിൽ പരസ്പരവും അവർക്ക് കൊളിഷൻ നടക്കാം. അതുപോലെ തന്നെ ആ ബീക്കറിന്റെ വോൾസുമായിട്ടും അല്ലെങ്കിൽ അത് ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഭിത്തികളുമായിട്ടും അവർക്ക് കൊളിഷൻ നടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതാണ് അടുത്ത പോസ്റ്റുലേറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഡ്യൂ ടു ദിസ് റാൻഡം മോഷൻ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ഓൾസോ വിത്ത് ദ സർഫേസ് ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കിക്കേ. ഇത് സാധാരണ സ്ഥിരം ചോദിക്കുന്നതാണ്. നമുക്ക് തെറ്റിക്കാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിനകത്ത് കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ട് തരും കേട്ടോ. അപ്പൊ ഓർത്ത് വെച്ചേക്ക്, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലുള്ള കൊളിഷൻസ് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് കേട്ടോ. ഇലാസ്റ്റിക് കൊളിഷൻസ് ആണ് ഇവർക്കിടയിലുള്ളത്. ആൻഡ് ദീസ് മോളിക്യൂൾസ് ഡു നോട്ട് റിപ്പൽ ഓർ അട്രാക്ട് ഈച്ച് അതർ. ആൻഡ് മോളിക്യൂൾസിന്റെ ഇടയിൽ പ്രത്യേകിച്ച് പറയത്തക്ക തരത്തിലുള്ള അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ മോളിക്കുലർ കൊളിഷൻസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ്. ഓർത്ത് വെച്ചേക്ക്, ഇലാസ്റ്റിക് അല്ല, ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ബിറ്റ്വീൻ ദീസ് കൊളിഷൻ ദ മോളിക്യൂൾസ് ഓൾവേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. അപ്പൊ രണ്ട് അടുത്തടുത്തുള്ള തന്മാത്രകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു കൊളിഷൻ സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ടൈമിൽ മോളിക്യൂൾസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഒരു മോളിക്യൂളിൽ നിന്നും അടുത്ത മോളിക്യൂളിലോട്ട് ആ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ,
കൊളിഷൻ നടക്കുന്ന സമയത്ത് മോളിക്യൂൾസ് പരസ്പരം മൂവ് ചെയ്തിട്ടാണല്ലോ അവിടെ കൊളിഷൻ നടക്കുന്നത്. അപ്പൊ അത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസിലായിരിക്കും ഈ മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, ദ കൊളിഷൻസ് ആർ ഇൻസ്റ്റന്റേനിയസ്. അതായത് ഇപ്പം നമ്മള് കൊളിഷൻസ് നടക്കും എന്ന് പറഞ്ഞു, ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ കൊളിഷൻസ് നടക്കും എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു മോളിക്യൂള് ഇവിടെ ഇരിക്കുന്ന ഒരു മോളിക്യൂളുമായിട്ട് കൊളൈഡ് ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ പോയി അടുത്ത മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് സമയം അടുത്ത മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യുന്നു. അങ്ങനെയാണോ? അല്ല, ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ്. ഈ കൊളിഷൻസിന്റെ ഇടയിലൊന്നും ഒരു ടൈം ലാഗ് ഇല്ല. ഇത് ഇവിടെ കൊളൈഡ് ചെയ്യുന്നു, ആ ടൈം തന്നെ അടുത്ത ഇവർ തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു, ആ സമയം തന്നെ അടുത്ത രണ്ടുപേര് കൊളൈഡ് ചെയ്യുന്നു. അപ്പൊ ഇത് ടൈം ലാഗ് ഇല്ലാതെ ഇൻസ്റ്റന്റേനിയസ്ലി നടക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ കൊളിഷൻ എന്ന് പറയുന്നത്. രണ്ട് അടുത്തടുത്തുള്ള കൊളിഷൻസിന് ഇടയിലുള്ള ആ ഒരു ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്, വളരെ കുറവാണ്. ഓക്കെ, മീൻസ് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് കൊളിഷൻസ് നടക്കുകയാണ് അവിടെ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കുക. ഓൾദോ ദ മോളിക്യൂൾസ് ആർ മൂവിംഗ് ആൻഡ് കൊളൈഡിംഗ് വിത്ത് ഈച്ച് അതർ, ദ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് റിമൈൻസ് യൂണിഫോം ത്രൂ ഔട്ട്. ദാറ്റ് ഈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗ്യാസ് ഈസ് യൂണിഫോം ത്രൂ ഔട്ട് ദി വോളിയം. അപ്പം നമ്മൾ പറഞ്ഞു, ഒരു ബീക്കറിൽ നമ്മളിങ്ങനെ വാതക തന്മാത്രകളെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ ആ വാതക തന്മാത്രകൾ തമ്മിൽ പരസ്പരം കൂട്ടിയിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് കണ്ടെയ്നറിലാണോ ഇരിക്കുന്നത് അതിന്റെ ഭിത്തികളുമായിട്ടും അവർ കൂട്ടിയിടിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേറെ കൊളിഷൻസ് അവിടെ നടക്കുന്നുണ്ട് എങ്കിലും ആ ഗ്യാസിന്റെ, ഈ ഒരു വാതകത്തിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് തന്നെ നിലനിൽക്കും. അവരുടെ സാന്ദ്രത, ഇത്രയേറെ കൂട്ടിയിടികൾ അല്ലെങ്കിൽ കൊളിഷൻസ് അവിടെ നടക്കുന്നുണ്ട് എങ്കിലും ഈ വാതക തന്മാത്രയുടെ ആകെ ഡെൻസിറ്റി അല്ലെങ്കിൽ ആകെ സാന്ദ്രത എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. അതിൽ ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത നോക്കുക. ദ ഗ്യാസ് മോളിക്യൂൾസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്. The gas consists of large number of minute particles called molecules, and these molecules are so small that their actual volume is negligible fraction of the total volume occupied by the gas. ഇനി നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിപ്പോ ഒരു ബീക്കറിൽ കുറെ ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളതായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതാണ് ബീക്കർ. ഈ ബീക്കറിന്റെ ടോട്ടൽ വോളിയം വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഈ ഓരോ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയവും നെഗ്ലിജിബിൾ ആണ്. അതായത് നോക്കിക്കേ, ടോട്ടൽ വോളിയം ഇത്രയുണ്ട്, അതിനകത്ത് ഒരു മോളിക്യൂളിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ ഒരു പോയിന്റേ ഉള്ളൂ. ദാറ്റ് മീൻസ് ടോട്ടൽ വോളിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അതാണ് നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കിക്കേ. There is no attractive forces between the molecules or between the molecules and walls of the container. നമ്മൾ പറഞ്ഞു, ഇപ്പൊ ഒരു ബീക്കറിൽ നമ്മൾ കുറെ വാതക തന്മാത്രകൾ എടുത്തു കഴിഞ്ഞാൽ ആ വാതക തന്മാത്രകൾ തമ്മിലും കൂട്ടിയിടികളുണ്ട്, അതുപോലെ തന്നെ ആ വോളുമായിട്ടും കൂട്ടിയിടികളുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേറെ കൊളിഷൻസ് അവിടെ ഉണ്ടെങ്കിൽ പോലും ഈ മോളിക്യൂൾസുകൾ തമ്മിലോ അല്ലെങ്കിൽ ഈ മോളിക്യൂൾസും വോൾസും തമ്മിലോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ നിലനിൽക്കുന്നില്ല. ഓക്കെ, ഈ മോളിക്യൂൾസ് തമ്മിലോ അല്ലെങ്കിൽ മോളിക്യൂൾസും വോൾസും തമ്മിലോ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ നിലനിൽക്കുന്നില്ല. അതാണ് അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നോക്കുക. ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഡ്യൂ ടു ദി ബോംബാർഡ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ഓഫ് ദി വെസൽ. ഇനി എന്തുകൊണ്ടാണ് വാതകങ്ങൾക്ക് ഒരു മർദ്ദം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ഒരു പ്രഷർ അനുഭവപ്പെടുന്നത്? ഈ വാതക തന്മാത്രകള് ഇരിക്കുന്ന കണ്ടെയ്നറിന്റെ ഈ ഭിത്തിയുമായിട്ട് ചെന്ന് കൂട്ടിയിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വാതക തന്മാത്രകൾക്ക് ഒരു മർദ്ദം അല്ലെങ്കിൽ ഒരു പ്രഷർ അനുഭവപ്പെടുന്നത്. അതാണ് നെക്സ്റ്റ് പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ദ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഡ്യൂ ടു ദി ബോംബാർഡ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഓൺ ദി വാൾസ് ഓഫ് ദി കണ്ടെയ്നിങ് വെസൽ. ഓക്കെ, അടുത്ത പോസ്റ്റുലേറ്റ് നോക്കുക. ദ ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് ആർ അപ്ലൈഡ് ടു ദി മോഷൻ ഓഫ് ദി ഗേഷ്യസ് മോളിക്യൂൾസ്. അതുപോലെ തന്നെ അടുത്ത പോസ്റ്റുലേറ്റ് ആയിട്ട് പറഞ്ഞത് ഈ ഗേഷ്യസ് മോളിക്യൂൾസിന്റെ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗേഷ്യസ് മോളിക്യൂൾസിന്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള എല്ലാ ലോസും അവിടെ ആപ്ലിക്കബിൾ ആണ്. അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള എല്ലാ ലോസും നമുക്ക് ഗ്യാസ് മോളിക്യൂൾസുമായിട്ട് ബന്ധപ്പെട്ട് ആപ്ലിക്കബിൾ ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ്. അസംഷൻസും പോസ്റ്റുലേറ്റും നമ്മൾ ആദ്യം പറഞ്ഞ സെറ്റ് കംപ്ലീറ്റ്ലി അസംഷൻസിനകത്ത് വരുന്നതാണ്. ആൻഡ് പോസ്റ്റുലേറ്റ്സിനകത്ത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ 4 പോയിന്റ്സ് ആണ് കേട്ടോ. എങ്കിലും ഈ അസംഷൻസിൽ പറഞ്ഞതും പോസ്റ്റുലേറ്റിൽ പറഞ്ഞതുകൂടെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യങ്ങൾ വരുമ്പോൾ കിട്ടുക, ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ.
അപ്പൊ ഈ പറഞ്ഞ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് നിങ്ങൾ കാണാതെ ഈ പോയിന്റുകളെല്ലാം ഒന്ന് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഒരു പോയിന്റ് കേട്ട് കഴിഞ്ഞാൽ അത് കൈനറ്റിക് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ കൊളിഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്നായിരിക്കും നമുക്ക് തരിക. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ കൊളിഷൻസ് എന്ന് പറയുന്നത് എലാസ്റ്റിക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിന്റെ വോളിയം എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം വെച്ച് നോക്കുമ്പോൾ നെഗ്ലിജിബിൾ ആണ്. ചിലപ്പോൾ നോട്ട് നെഗ്ലിജിബിൾ എന്നൊക്കെ ആയിരിക്കും ഓപ്ഷൻസിൽ തരിക കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതാണ് ഈ ഒരു കൈനറ്റിക് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം. ഓക്കെ.